രാജ്യത്തെ രാഷ്ട്രീയക്കാറ്റ് മാറുകയാണ്. ബി.ജെ.പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ: വർഗീയത ആളിക്കത്തിക്കുക. കലാപത്തിലൂടെ അധികാരത്തിൽ കയറിയവരുടെ അവസാനത്തെ അടവ് കണ്ണീരാണ്. दूसरा, मेरे मन में भाव रहता है, हो सकता है मेरी मां ने मुझे जन्म दिया. देखिए, इसको क्या कहूंगा मैं. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നാൽ അതോടെ വൻ ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി അധികാരത്തിൽ എത്തുമെന്നായിരുന്നു മോദിയുടെ കണക്കുകൂട്ടൽ. ആദ്യം മിഷൻ 400 പ്രഖ്യാപിച്ചു, പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ അതോടെ കാര്യങ്ങൾ എളുപ്പമായെന്ന് കരുതി. പക്ഷേ കോടതി മോദിയെ തിരുത്തി. കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു. मेरे को 20 घंटे हो गए बाहर आए हुए, और 20 घंटे में मैंने कई लोगों से बात की है. 4 जून को मोदी सरकार वापस नहीं आ रही है, सब लोग बता रहे हैं. हरियाणा में इनकी सीट कम हो रही है, कर्नाटक में हो रही है, राजस्थान में हो रही है, महाराष्ट्र में हो रही है, बिहार में कम हो रही है, यूपी में कम हो रही है, बंगाल में कम हो रही है, झारखंड में कम हो रही है, और दिल्ली में तो बीजेपी की 0 सीट आ रही है. और पहले जब उनकी सरकार थी, उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു ബി.ജെ.പിയുടെ പ്രധാന മുദ്രാവാക്യം. മോദി ഗ്യാരണ്ടി മോദി തന്നെ മറന്നിരിക്കുന്നു. മുസ്ലിം വിരുദ്ധതയാണ് ഇപ്പോഴത്തെ ആയുധം. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാര. മോദി പ്രസംഗിച്ചതിങ്ങനെ: കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകും. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. ഏപ്രിൽ 22 യു.പിയിലെ അലിഗഡ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് നൽകും. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. ഏപ്രിൽ 30 കർണാടകത്തിലെ ബാഗൽകോട്ട്. ഒ.ബി.സി സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന അട്ടിമറിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. മെയ് 1 ഗുജറാത്തിലെ ബനാസ്കാണ്ട. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ലെന്ന് എഴുതിത്തരാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. മെയ് 4 ഝാർഖണ്ഡിലെ ചായ്ബാസ. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് പിടിച്ചെടുത്ത് വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് വിതരണം ചെയ്യും. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി.
മെയ് 7 മധ്യപ്രദേശിലെ ധർ. കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിലും മുസ്ലിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. പഞ്ചാബിലാകെ 13 ലോക്സഭാ സീറ്റുകൾ. കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത് 2 സീറ്റുകൾ മാത്രം. ഇത്തവണ ഒറ്റ സീറ്റ് പോലും BJPക്ക് ലഭിക്കില്ല. പഞ്ചാബിൽ മാത്രമല്ല, ദില്ലി, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം സിഖ് മതവിഭാഗം നിർണായക ശക്തികളാണ്. അവരെ ആകർഷിക്കാനാണ് ഈ നാടകം. ദില്ലി നഗരം കർഷക സമരത്തിൽ പ്രകമ്പനം കൊണ്ട നാളുകൾ. അന്നിവരെ ഖാലിസ്ഥാൻ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചവരാണ് BJP നേതാക്കൾ. BJPയുടെ പ്രതികാര നടപടികൾക്കിരയായി ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പേർക്കാണ്.